അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീട്ടിലുള്ള താത്ത കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്താൽ നമുക്ക് വരാം. മൂടി വെച്ച് ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അയൽവാസികൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി മുറിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാക്കണം, തക്കാളി ഇതാക്കണം. ഓൾമോസ്റ്റ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പും പുതിനയും കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. മല്ലിച്ചപ്പ്, പുതിന, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതൊന്ന് കട്ട് ചെയ്തിട്ടിടാം. കട്ട് ചെയ്തിട്ട് എടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് വഴറ്റി വരാൻ കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുക്കുകയാണ്. ഇനി നമുക്ക് പൊരിക്കാനുള്ള ഉള്ളി വറുത്തെടുക്കാം. നമ്മൾ ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫാക്കിയിട്ട് കോരി വെക്കാം. കോരി വെക്കാം. നമുക്ക് ഇത് ഇങ്ങോട്ട് ഇട്ടാലോ? അങ്ങോട്ട് ഇട്ടു. 3 ഗ്ലാസ് അരിയാട്ടോ എടുത്തത്. ഇത് നമ്മൾ കഴുകിയെടുക്കാം. ഉള്ളി നല്ലപോലെ താളിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് 1 കിലോ അരി കൊള്ളുന്ന പാത്രമല്ല. അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ പോയി പാത്രം വാങ്ങാം. അപ്പം നമുക്ക് പാത്രം കിട്ടിട്ടോ. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. പാത്രം കിട്ടി. ഇത് മതിയാവില്ല അല്ലേ? അങ്ങനെ തക്കാളി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായിട്ടുണ്ട്? ഈ ചതച്ച് വെച്ച മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളെ ബിരിയാണിൻ്റെ മെയിൻ കൂട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കറിവേപ്പില ഇട്ടില്ലേ, കുറച്ച് കറിവേപ്പില, പച്ചമുളകും കുരുമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തതാണ് നമ്മളെ മെയിൻ സാധനം, ബിരിയാണി മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇപ്പം മസാല ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കും. കുറച്ച് മതി. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാം. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വെള്ളം തീരെ ചേർക്കണ്ട കേട്ടോ. വെള്ളം തീരെ ചേർക്കണ്ട, കാരണം നമ്മുടെ ചിക്കനിൽ വെള്ളം ഉണ്ടാവും. നമ്മുടെ മസാല കിടന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി അങ്ങനെ തന്നെ വരും. മൂടി വെച്ച് വേവിക്കട്ടോ. പാത്രം ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഫസ്റ്റ് നമ്മൾ സ്റ്റീം ഫുള്ള് കുറച്ച് വെക്കണം, ശ്രദ്ധിച്ച് വെക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ചതച്ച ഏലക്കായും പട്ടി, അണ്ടിപ്പരിപ്പും മുന്തിരി, ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇടാം. നമ്മൾ അരിയിലേക്കിട്ട് ഇതിൽ ഒരു അരമുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ നമ്മൾ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനല്ലേ, ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീർ ചില്ലി ആട്ടോ ഇട്ടത്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മസാല ഈ ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ 2 പാത്രത്തിലും ഹാഫായിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഈ റൈസ് ഇതിലേക്കാക്കിയിട്ട് ദമ്മിടാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങാനീര് വയ്ക്കാം. മല്ലിച്ചപ്പും പൊതിയില്. അപ്പം നമ്മൾ 2 പാത്രത്തിലും ദമ്മിട്ടിട്ടുണ്ട്. നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടും ദമ്മിട്ടത്
റെഡി, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചേച്ചിക്കും അപ്പുറത്തെ വീട്ടിലുള്ള താത്തയും കൊണ്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇത് നമുക്ക് റൈസ് ഈ ചിക്കനിലേക്ക് കോരിയിടാം. നേരത്തെ ചൂടാക്കി വെച്ച ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് അതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത വീട്ടിലുള്ള താത്ത കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്താൽ നമുക്ക് വരാം. മൂടി വെച്ച് നമ്മൾ ചിക്കൻ പൊരിച്ചത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ദമ്മിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടോ. ചിക്കൻ പൊരിച്ചത്, മുന്നിലെ ചേച്ചി പപ്പടം തന്നു, ചമ്മന്തി, സാലഡ്, അച്ചാർ. നമ്മ കഴിച്ചാലോ? അപ്പോൾ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണോ ബിരിയാണി വെക്കലെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ സ്റ്റൈലിൽ വെച്ച ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, ചമ്മന്തി, ചേച്ചിൻ്റെ പപ്പടം, അച്ചാർ. ഇത് മറ്റേ കാരക്കൻ്റെ മിക്സ് അച്ചാറാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി, ഓക്കെ, സെറ്റ്, സൂപ്പർ സെറ്റ്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്യാം കേട്ടോ.